ഹൃദയം സംസാരിക്കുമ്പോഴാണ് കവിത ഉണ്ടാകുന്നത്. ഹൃദയം കൊണ്ട് വർത്തമാനം പറയുന്നവരൊക്കെ കവിതയാണ് സംസാരിക്കുന്നത്. ഒരു നല്ല കവിത കേൾക്കുമ്പോ മനസ്സിലുണ്ടായിത്തീരുന്നത് കാവ്യാനുഭൂതി. ആ കാവ്യാനുഭൂതിയുടെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം മൗനമാണ്. എത്ര പോരാട്ടത്തിന്റെ കവിതയാണ് ആലപിക്കുന്നതെങ്കിലും അത് സൃഷ്ടിക്കുന്നത് അർത്ഥഗർഭമായ മൗനമാണ്. ആ മൗനത്തിന് ശക്തിയുണ്ട്. അത് 1000 നാവുള്ള മൗനമാണ്. സ്നേഹത്തിന്റെ വാക്കാണ് കവിത. കവിത സ്നേഹം തുളുമ്പുന്നൊന്നും പറയേണ്ട കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. കവിത സ്വയം തന്നെ സ്നേഹമാണ്. സ്നേഹമുള്ള ഹൃദയത്തിൽ നിന്നേ കവിത വരൂ. കവി എപ്പോഴും സ്നേഹത്തിന്റെ ഗായകനാണ്. കവി സ്നേഹത്തിന്റെ അവധൂതനാണ്. കവി സ്നേഹത്തിന്റെ ദൂതുമായി വരുന്ന അപൂർവ വൈദ്യനാണ്. കവി ഉപന്യസിക്കുന്നില്ല, കവി സവിസ്തരം പ്രതിപാദിക്കുന്നില്ല. കവി വാക്കുകളെ കൊണ്ട് പൂട്ട് തുറക്കുകയാണ് ചെയ്യുന്നത്. പൂട്ടിയിട്ട മനസ്സുകളെയും തുറക്കുന്ന സിദ്ധിവിശേഷവുമായിട്ടാണ് കവി കടന്നു വരുന്നത്. മനസ്സിന്റെ പൂട്ട് തുറക്കാൻ പോന്ന മനോഹരമായ കവിതകൾ, മനോഹരം എന്നൊക്കെ പറയുന്നത് വളരെ ഉപരിപ്ലവമായി പോകും. വളരെ ശക്തിയുള്ള കവിതകൾ, ഉജ്ജ്വലമായ കവിതകൾ, പ്രേരിപ്പിക്കുന്ന കവിതകൾ, പ്രചോദിപ്പിക്കുന്ന കവിതകൾ, കലഹിച്ചിടാതെ